പുരോഗമനം വാക്കുകൾ മാത്രം മതി, സംരക്ഷിക്കേണ്ടത് ആചാരം തന്നെ. കൈപൊള്ളിയപ്പോൾ CPM പാഠം പഠിച്ചു. ശബരിമലയിൽ യുവതികൾ കയറണ്ട. ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി വന്ന ഉടനെ തന്നെ അത് നടപ്പാക്കാൻ കൊമ്പും കുഴലുമെടുത്ത് ചാടിയിറങ്ങിയവരാണ് CPM, വിശിഷ്യ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ പല അംഗങ്ങൾക്കും CPIM-ലെ പല മുതിർന്ന നേതാക്കൾക്കും ഇക്കാര്യത്തിൽ കടുത്ത വിയോജിപ്പുണ്ടായിരുന്നെങ്കിലും പിണറായി വിജയൻ എന്ന അതികായനെ ഭയന്ന് അവരാരും ഒരക്ഷരം മിണ്ടിയില്ല. എന്തായാലും മുഖ്യമന്ത്രിയുടെ താൽപ്പര്യമനുസരിച്ച് യുവതികളെ നിർബന്ധിച്ച് വളഞ്ഞ വഴിയിൽ കൂടി ശബരിമലയിൽ പ്രവേശിപ്പിച്ചു. ഫലമോ കനത്ത തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, CPIM മൂക്കും കുത്തി നിലത്ത് വീണു. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയി എന്ന് പറഞ്ഞതുപോലെ UDF ഇതിൻ്റെ നേട്ടം മുഴുവനും അടിച്ചെടുത്തു. അന്ന് സമരം ചെയ്തത്, പോലീസിൻ്റെ തല്ലുകൊണ്ടത്, തെരുവിൽ കിടന്ന് വലിയ പ്രക്ഷോഭങ്ങൾ നയിച്ചത് ഒക്കെ BJP-ക്കാരാണ്, BJP നേതാക്കളാണ്, BJP-യുടെ അണികളാണ്. സംഘപരിവാർ മുഴുവനും ഈ വിഷയത്തിൽ കടുത്ത എതിർപ്പുമായി സർക്കാരിനെതിരെ രംഗത്തു വന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തത് UDF-ന്. UDF വലിയ മാർജിനിൽ, അതായത് 19-1 എന്ന തരത്തിൽ ഒരു റിസൾട്ടാണ്, ഒരു ഫലമാണ് അന്ന് വന്നത്. 19 സീറ്റിലും UDF മിന്നുന്ന വിജയം, അതും ചെറിയ ഭൂരിപക്ഷമൊന്നുമല്ല, 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇത് ഏതാണ്ട് എല്ലാ മണ്ഡലത്തിലും. CPM ജയിച്ച ആലപ്പുഴയിൽ മാത്രം നേരിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ആരിഫ് വിജയിച്ചു. അതൊഴിച്ചാൽ ബാക്കി എല്ലാ സ്ഥലത്തും UDF മിന്നുന്ന വിജയം നേടി. അതോടുകൂടി CPM-ൻ്റെ കണ്ണു തുറന്നു. പിണറായി വിജയന് ബോധം തിരിച്ചു കിട്ടി. അതുവരെ അദ്ദേഹം ഒരു മൂഢസ്വർഗത്തിലായിരുന്നു. പിന്നീട് വീടാന്തരം കയറിയിറങ്ങി CPM നേതാക്കൾ ജനങ്ങളോട് മാപ്പ് പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് 2021 വലിയ പരിക്കൊന്നുമേൽക്കാതെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഭരണ തുടർച്ച LDF-നും മുഖ്യമന്ത്രി പിണറായി വിജയനും കിട്ടിയത്. വാസ്തവത്തിൽ കോവിഡ് പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലോട്ടറി ആയിരുന്നു. ആ ലോട്ടറിയുടെ ബലത്തിലാണ് ഇക്കഴിഞ്ഞ 5 വർഷവും ഭരിച്ചത്. ഇപ്പോഴിതാ ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു പുനഃപരിശോധന ഹർജി ഭരണഘടനാ ബെഞ്ച് പരിഗണിച്ചിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാരിനോട് ഇക്കാര്യത്തിൽ ഒരു പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. അങ്ങനെയാണ് ആ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാർ തയ്യാറായിരിക്കുന്നത്. അതായത് ഈ ഇക്വാലിറ്റി, സ്ത്രീ പുരുഷ സമത്വം, അത് ശബരിമലയിൽ വേണ്ട, യുവതികൾ അവിടെ പ്രവേശിക്കേണ്ട, ആചാരം എന്താണോ അത് അനുസരിച്ച് ഇനി മുന്നോട്ട് പോയാൽ മതി. ഇല്ലെങ്കിൽ വരാൻ പോകുന്നത് ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. അതായത് CPM എന്ന പാർട്ടി ഇനി കേരളത്തിൽ നിലനിൽക്കണോ, ഇടതുപക്ഷം എന്ന ഒരു പക്ഷം കേരളത്തിൽ ഇനി തുടരണോ, അതോ അത് എന്നേക്കുമായിട്ട് അറബിക്കടലിലേക്ക് ഒലിച്ചു പോകണോ എന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ വയ്യ. നമുക്ക് ആചാരം സംരക്ഷിച്ചാൽ മതി. പുരോഗമനം അത് വലിച്ചേതെങ്കിലും തോട്ടിലേക്ക് എറിഞ്ഞു കള, അതിനിവിടെ വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് വോട്ട് വേണം, ജയിക്കണം, അധികാരത്തിൽ തുടരണം. അത് മാത്രമാണ് ലക്ഷ്യം, അത് മാത്രമാണ് അജണ്ട. അതുകൊണ്ട് ശബരിമലയിൽ നല്ല എന്ത് കാര്യത്തിനും ഈ പറയുന്നത് പോലെ പ്രഖ്യാപിത ഇടത് നയത്തിൽ നിന്ന് വ്യതിചലിക്കും. ഈ പറയുന്ന മാറിയ സാഹചര്യങ്ങളൊന്നും നമുക്ക് പ്രശ്നമല്ല, നമുക്ക് വോട്ട് കിട്ടണം. എന്തായാലും ഈ സത്യവാങ്മൂലത്തിനും ഒരു കഥയുണ്ട്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ അധികാരമാറ്റമുണ്ടായി. മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി
നേരെ ഡൽഹിയിലേക്ക് പറന്നു. അവിടെ കേന്ദ്രത്തിൽ പ്രതിരോധ മന്ത്രിയായി. ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് ശ്രീ ഉമ്മൻചാണ്ടി അധികാരമേറ്റു. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ കേസ് പരിഗണിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സർക്കാർ സത്യവാങ്മൂലം കൊടുത്തു. ആചാരമാണ്, അത് സംരക്ഷിക്കാതിരിക്കാൻ കഴിയില്ല, വിശ്വാസത്തിൻ്റെ വിഷയമാണ്, ഇവിടെ കാലങ്ങളായി യുവതികൾക്ക് പ്രവേശനമില്ല. അത് മറ്റുള്ള അയ്യപ്പ ക്ഷേത്രങ്ങളിലെല്ലാം പ്രവേശനമുണ്ട്, പക്ഷേ ഇവിടെ ശബരിമല ക്ഷേത്രത്തിൽ ആചാര സംബന്ധമായി അവിടുത്തെ ആ ദേവത, അവിടെ കുടികൊള്ളുന്ന അയ്യപ്പ ചൈതന്യത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് യുവതികൾക്ക് അവിടെ പ്രവേശന വിലക്കുണ്ട്, അത് തുടരണം എന്നായിരുന്നു സർക്കാരിൻ്റെ സത്യവാങ്മൂലം. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് നേടി അധികാരത്തിൽ വന്ന സർക്കാരാണ് VS സർക്കാർ. ആ VS സർക്കാർ അവിടെ ഈ സത്യവാങ്മൂലം തിരുത്തി പുതിയൊരു സത്യവാങ്മൂലം കൊടുത്തു. അത് മറ്റൊന്നുമല്ല, യുവതികൾക്ക് പ്രവേശനം ആകാം, ആചാരത്തിനൊന്നും വലിയ പ്രസക്തിയില്ല, ഈ ആചാരത്തിൻ്റെ പുറകെ ഒന്നും പോകേണ്ട കാര്യമില്ല, കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് വിശ്വാസത്തിലും മാറ്റം വരുത്താം, കുഴപ്പമൊന്നുമില്ല എന്നായിരുന്നു VS സർക്കാരിൻ്റെ സത്യവാങ്മൂലം. കേസ് മുന്നോട്ട് പോയി. 2011 VS സർക്കാർ മാറിയിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ വീണ്ടും വന്നു. ആ ഉമ്മൻചാണ്ടി സർക്കാർ VS സർക്കാർ കൊടുത്തിരുന്ന സത്യവാങ്മൂലം പിൻവലിച്ച ശേഷം അവർ 2005 കൊടുത്തതുപോലെ ഒരു സത്യവാങ്മൂലം കൊടുത്തു, ആചാരം സംരക്ഷിക്കപ്പെടണം എന്ന്. അന്ന് ഈ ഇടതുപക്ഷത്ത് വലിയ എതിർപ്പ് അതിനെതിരെ ഉണ്ടായി. അന്ന് പാർട്ടി സെക്രട്ടറി ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹം പല്ലും നഖവും ഉപയോഗിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിനെ ആക്രമിച്ചു. പിന്നീട് 2016 വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ ആ സത്യവാങ്മൂലം, ഉമ്മൻചാണ്ടി 2011 ശേഷം നൽകിയ സത്യവാങ്മൂലം പിൻവലിച്ച് പകരം 2006 VS സർക്കാരിൻ്റെ സത്യവാങ്മൂലത്തിന് അനുസൃതമായ ഒരു സത്യവാങ്മൂലം നൽകി. പിന്നീടാണ് ഈ വിഷയങ്ങളൊക്കെ നടന്നതും വിധി വന്നതും അവിടെ ബലമായി യുവതികളെ പ്രവേശിക്കാൻ സർക്കാർ ശ്രമിച്ചതും ഒക്കെ. പിന്നീട് ജനഹിതം എതിരാണ് എന്ന് മനസ്സിലായപ്പോൾ, ജനങ്ങളുടെ വികാരം എതിരാണ് എന്ന് മനസ്സിലായപ്പോൾ പതുക്കെ 2016 കൊടുത്ത സത്യവാങ്മൂലം സർക്കാർ പിൻവലിച്ചു. പകരം 2006 സത്യവാങ്മൂലത്തിന് അനുസൃതമായി മുന്നോട്ട് പോകണം എന്ന നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോഴിതാ ആ നിലപാടിനെയും തള്ളിപ്പറഞ്ഞിരിക്കുന്നു. അതായത് വേണ്ടി വന്നാൽ എന്തും മാറ്റിപ്പറയും, ആരുടെ കാലും പിടിക്കും, നമുക്ക് വോട്ട് കിട്ടണം, അധികാരത്തിൽ തുടരണം. ഇപ്പോഴിതാ സത്യവാങ്മൂലം മാറ്റി കൊടുക്കാൻ സർക്കാർ തയ്യാറായിരിക്കുന്നു. അതായത് യുവതികൾ തൽക്കാലം ശബരിമലയിൽ പ്രവേശിക്കേണ്ട. ഒരു കാര്യം വ്യക്തമാണ്, ആ വോട്ട് നേടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതേ പിണറായി സർക്കാർ തന്നെ മറിച്ചൊരു തീരുമാനം എടുത്തേക്കും. അതിനും സാധ്യതയുണ്ട്, തള്ളിക്കളയാൻ കഴിയില്ല. പാലം കടക്കുവോളം നാരായണ, അത് കഴിഞ്ഞാൽ കൂരായണ. എന്ത് ശബരിമല, ഏത് അയ്യപ്പൻ, യുവതികൾ എവിടെ വേണമെങ്കിലും പ്രവേശിച്ചോട്ടെ, ഇതായിരിക്കും നയം. എന്തായാലും ജനങ്ങൾക്ക് ബോധമുണ്ട്. ആ ജനങ്ങളുടെ ബോധത്തെക്കുറിച്ച് പിണറായി സർക്കാരിനും CPIM-നും നല്ല ഭയവും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഈ വൈകിയ വേളയിൽ സത്യവാങ്മൂലം തിരുത്തി സമർപ്പിക്കാൻ തയ്യാറായിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ CPM-നെ സമ്മതിക്കണം. കാരണം ആട്ടിൻതോലിട്ട ചെന്നായി ഇത്രയും വരില്ല, ഇത്ര മിടുക്ക് അതിന് ഉണ്ടാകില്ല. ഇവിടെ തരം പോലെ മാറ്റി പറയാനും, പറഞ്ഞത് വിഴുങ്ങാനും, വിഴുങ്ങിയത് ഛർദ്ദിക്കാനും, അത് വീണ്ടും ഭക്ഷിക്കാനും ഒക്കെയുള്ള കഴിവ് ചെറുതല്ല. എന്തായാലും സ്വാമിയേ ശരണമയ്യപ്പ, അയ്യപ്പനെ അയ്യപ്പൻ തന്നെ രക്ഷിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.